CPM-നുള്ളിൽ വിമർശനത്തിൽ ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു, ഒരാളുടെ വിമർശനം മാത്രമേ ഇനി വരാൻ ബാക്കിയുള്ളായിരുന്നു. അത് ഇന്ന് ചിന്താ വാരികയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ടീച്ചറമ്മ എന്ന് പറയുന്ന KK ശൈലജ ഒടുവിൽ സ്വന്തം പാർട്ടി പ്രസിദ്ധീകരണത്തിൽ കൂടെ തന്നെ എന്താണ് സംഭവിച്ചതെന്നും ഈ പാർട്ടിക്ക് ചികിത്സ നൽകേണ്ടത് എന്തിനാണെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതായത് നേതാക്കളുടെ പെരുമാറ്റ ശൈലി, ഇവരുടെ ജീവിത രീതി, സംസാര രീതി, ഇവരുടെ വേഷവിധാനം, ഇവരുടെ ജീവിത ശൈലി, ഇതെല്ലാം തിരിച്ചടിക്ക് കാരണമായി ഇത്രയും വലിയൊരു തോൽവി കേരളത്തിൽ LDF-ന് ഉണ്ടായിട്ടില്ല. അത്ര അതിഭീകരമായ തോൽവിയാണ് എന്നതിനെക്കുറിച്ച് ടീച്ചറമ്മ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ആ ലേഖനത്തിൽ കൂടുതലും കുറ്റസമ്മതങ്ങൾ. അതെ, കുറ്റസമ്മതങ്ങളാണല്ലോ. ഇവരെല്ലാവരും അതിൽ പങ്കാളികൾ തന്നെയാണ്. ടീച്ചറമ്മ അതിന് മാറിയിരിക്കാനൊന്നും പറ്റില്ല. ആ കോവിഡ് കാലത്ത് നമ്മളെല്ലാം കരുതി ടീച്ചറമ്മയാണ് നമ്മുടെ ദൈവം എന്നാണ്. പക്ഷെ പിന്നീട് മനസ്സിലായത് ഇവരിത് ഏറ്റവും വലിയ കൊള്ള നടത്തിയത്. അത് ആ ലേഖനത്തിന്റെ ചില ഭാഗങ്ങൾ ഉണ്ട്, പ്രസക്ത ഭാഗങ്ങളുണ്ട്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് CPM നേരിട്ടത് നിസാര തോൽവി അല്ല, ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി ഉണ്ടായി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലി മാറ്റം അനിവാര്യമാണ്. പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടും പരിഹരിക്കുന്നതിന് പകരം ആ ശ്രദ്ധയിൽപ്പെട്ട പ്രശ്നവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്തത് എന്നാണ് ചിന്തയിലെ ലേഖനം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണം. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്ത് നിന്ന് മാറി. ഇന്നലെ നമ്മളൊരു കടുത്ത 2 CPM-കാരെ കണ്ടു അല്ലേ? അവർ രണ്ടുപേരും നമ്മളോട് പറഞ്ഞ എന്താ, ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളെ പോലുള്ള ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചു വോട്ട് ചെയ്യും. കാരണം ഈ പാർട്ടി ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല. സത്യം പറഞ്ഞാൽ അവരുടെ ആ ഒരു അവരുമായിട്ട് നമുക്ക് സംസാരിച്ചപ്പോഴാണ് ഇവിടുത്തെ ജനരോഷം എന്ന് പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിലുണ്ടാണല്ലോ. അതല്ലെങ്കിൽ പയ്യന്നൂരും പിന്നെ തലപ്പറമ്പിലൊന്നും തോക്കൂലായിരുന്നല്ലോ. അതെ, അവിടെ ആരെ കൊണ്ട് നിർത്തിയാലും ജയിപ്പിക്കുമായിരുന്ന മണ്ഡലങ്ങളിൽ ജനങ്ങൾ മാറി ചിന്തിച്ചു. അവർക്ക് മനസ്സിലായി. നമ്മൾ കണ്ട അദ്ദേഹം പറഞ്ഞ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് തോൽപ്പിച്ചത്. അതെ, അതാണ് മനസ്സിലായി. അതായത് ആ ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ കുറെ പേര് ന്യൂ ജെൻ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അവർക്ക് ഈ കഞ്ചാവ് കച്ചവടം, മരുന്നടിക്കാനും ഒക്കെ ആയിട്ട് പിന്നെ കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രം ഇന്നലെ ഇങ്ങോട്ട് ഇറങ്ങിയ കുറെ പുതുമുഖ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. എന്നാൽ അതല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഇപ്പൊ KK ശൈലജ അടക്കമുള്ള ആൾക്കാർ പറയുന്നത് ഇത് പിണറായി വിജയനോ MP ഗോവിന്ദനോ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല ഈ പറഞ്ഞു കൊടുത്തത്. അവർ സമ്മതിക്കില്ല, അവരാണ് ഇതിന്റെ കുഴപ്പക്കാരെന്നുള്ള അവർക്കറിയാം. എന്ന് മാത്രമല്ല, ഇവര് സ്വന്തം അണികളെ മോശക്കാരായി കണ്ടു. യുവമാരും മുഴുവൻ മണ്ടന്മാരാണ്, നമ്മൾ എന്ത് കാണിച്ചാലും നമുക്ക് വോട്ട് ചെയ്യുമെന്ന് തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്തു നിന്ന് മാറി. പ്രവർത്തകരുടെ ജീവിത രീതിയും ഭാഷാശൈലിയും പെരുമാറ്റവും പരിശോധിക്കണം. അതായത് തിരിച്ചുവരവ് അനിവാര്യമാണ് എന്ന് പറയുന്ന ഒരു പേരിലാണ് ചിന്തയിൽ ഈ ലേഖനം വന്നത്. അപ്പൊ അതിൽ ഭാഷാശൈലിയെ കുറിച്ചും പറയുന്നുണ്ട്. ഈ ഭാഷാശൈലി തന്നെയാണ് ഈ പാർട്ടിക്ക് ഭാഷാശൈലി എന്ന ഒന്ന് ചെറ്റത്തരം, മറ്റൊന്ന് വീട്ടിൽ ചെന്ന് വീട്ടിൽ പോയി പറ, ഇങ്ങനെയുള്ള കടക്ക് പുറത്ത്. അതെ, ഇതിനകത്ത് അടുത്ത ഒരു കുറ്റസമ്മതമാണ്. LDF-ന് 99 സീറ്റിൽ നിന്ന് 35-ലേക്ക് ചുരുങ്ങേണ്ടി വന്നു. പല ഘടകകക്ഷികൾക്കും ഒരു സീറ്റ് പോലും ലഭ്യമായില്ല. അവർക്കെല്ലാം പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ കഴിയണം. BJP-ക്ക് 3 സീറ്റ് കിട്ടിയത് ഗൗരവതരമാണെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. അതുപോലെ പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉത്കണ്ഠ ഉണ്ടാക്കുന്ന വ്യതിയാനമാണ്. ഇതൊക്കെ ഇവരുടെ ഒരു സ്ഥിരം പിന്നെ സംഘടനാ ദൗർബല്യം ഏറ്റവും പ്രധാനമായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം സംഘടനാ ദൗർബല്യമാണ്. അതായത് സമരം നടത്തുന്നതിന്, ജനങ്ങളെ അണിനിരത്തുന്നതിന് സഹായകമായ രീതിയിൽ പ്രാദേശികമായി മുകൾത്തട്ടിലും അതിശക്തമായ സംഘടനാ പ്രവർത്തനം ചിട്ടയോടെ നടത്തണം. പാർട്ടി ബ്രാഞ്ചുകൾ, ലോക്കൽ കമ്മിറ്റി എന്നിവയുടെ പ്രവർത്തനം അല്പം പിന്നാക്കാവസ്ഥയിലായിട്ടുണ്ട്. വർഗസമരത്തിലുള്ള ഊന്നലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനാ ചിട്ടയും ഉണ്ടാക്കിയെടുക്കണം. വർഗസമരം എന്താണ് എനിക്ക് മനസ്സിലായി. അതെനിക്കറിയാം. അവരെപ്പോഴും പറയുന്ന വർഗസമരം എന്നാണ്. എന്ത് വർഗമാണ്? ജാതി മതം നോക്കി തന്നെയാണ് ഇവർ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. പിന്നെ വർഗം എന്ന് പറയുമ്പോൾ മുതലാളി വർഗത്തോടാണ് ഇവർക്ക് സ്നേഹം കൂടുതൽ. തൊഴിലാളി വർഗത്തെ പുച്ഛമാണ് അവർക്ക്. ഇവര് ക്ലാസ് ഓഫ് ലേബർ അല്ലേ, തൊഴിലാളി വർഗമാണ്. നമ്മൾ തൊഴിലാളി വർഗം, തൊഴിലാളികളുടെ അടിച്ചമർത്തപ്പെട്ടവന്റെയും വർഗമാണ്. മറ്റേതെല്ലാം ബൂർഷ്വാസീസ്. അതെ, എന്താ ബൂർഷ്വാസി ക്വസ്റ്റ്യൻ മാർക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീനിവാസൻ സന്ദേശ സിനിമയെ പറയുന്നത്. നീ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ബൂർഷ്വാസി ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായ വോട്ട് ചോർച്ച പരിശോധിക്കണം.
തെറ്റിദ്ധാരണകളുടെ പുറത്ത് ചിലർ ഇടതുപക്ഷത്തിൽ നിന്നും മാറിയിട്ടുണ്ട്. ഇത്തരം ആളുകളെ തിരികെ കൊണ്ടുവരാൻ സാധിക്കും. തെറ്റിദ്ധാരണ പേരല്ല, ശരിയായ ധാരണയാണ് മാറിയിരിക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധാരണ തിരുത്തി അവരോട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വന്നേക്കും. അതെ, സ്വന്തം തെറ്റിദ്ധാരണ ആദ്യം മനസ്സിലാക്കണം. വെറുതെ ഓരോ അബദ്ധങ്ങൾ ധരിച്ചു വെച്ചിട്ട് ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് അടുത്ത ഒരു വരി നോക്ക്. ഇടതുപക്ഷ അനുഭാവികളെയും പാർട്ടി മെമ്പർമാരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് മനസ്സിലായ കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാൻ ശരിയാവില്ല. നുണപ്രചാരണങ്ങളെ അതിജീവിക്കാൻ കഴിയണം. കാവ്യർ സ്ക്രീൻഷോട്ട് കൊണ്ടുവന്ന ആളാണെന്ന് ഓർത്തോണം. ഈ എന്നിട്ടാണ് പറയുന്നത് നുണപ്രചാരണങ്ങളെ അഭിമുഖീകരിക്കാൻ. അതുപോലെ മതവിശ്വാസത്തെയും ആരാധനാ സമ്പ്രദായ ആരാധനാലയങ്ങൾ എന്നും സംരക്ഷിച്ചിട്ടുള്ളത് CPM ആണ്. അപ്പോൾ അതിന്റെ കൂട്ടത്തിലോട്ടാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ടിറക്കി മലപ്പുറത്തുള്ള മുസ്ലിം സമുദായത്തെ മൊത്തം ഊടുപാട് തെറി പറഞ്ഞത്. അപ്പോൾ ഒരു മതത്തിൻ്റെയും ആരാധനാലയങ്ങളെ ആക്രമിക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ ഇടതുപക്ഷത്തിന് കൂട്ടുനിൽക്കാൻ കഴിയില്ല. വിശ്വാസികൾക്ക് വിശ്വാസവും പ്രാർത്ഥനയും സംരക്ഷിക്കാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് 2 വിശ്വാസികളെ പോലീസ് യൂണിഫോം ധരിപ്പിച്ച് നമ്മൾ ശബരിമല കൊണ്ടുപോയി അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥകളെല്ലാം പുറത്തു വരുന്നത്. എന്താണെങ്കിലും ജെൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അവർക്കത് മനസ്സിലായില്ല എന്നും പറയുന്നുണ്ട്. അല്ല, അതെന്താ അറിയാമോ, ജെൻസികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ടത് ഇടതുപക്ഷത്ത് ജെൻസികളാണ്. അവന്മാരെല്ലാം അടിച്ചു കൊളിഞ്ഞ് ഇരിക്കായിരുന്നല്ലോ എല്ലാവരും. മരുന്നടിച്ച് നടക്കുന്നവരെ ആരെ ബോധ്യപ്പെടുത്താൻ? പിന്നെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ തനതായ ശൈലിയിലുള്ള ചില വിലയിരുത്തലുകളുണ്ടല്ലോ, താത്വികമായിട്ടുള്ള അതും വന്നിട്ടുണ്ട്. അതില്ല എന്തേ ഇല്ല എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുക. അതും വന്നിട്ടുണ്ട്. 2016 8 വയസ്സുള്ള കുട്ടി 2026 വോട്ടവകാശമുള്ള പൗരനായി മാറിയിട്ടുണ്ട്. 2016 മുമ്പുള്ള കേരളത്തെക്കുറിച്ചോ കടന്നു വന്ന പാതകളെക്കുറിച്ചോ പുതുതലമുറയിൽ പലർക്കും അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അതാണ് പ്രശ്നം. കേരളത്തിൻ്റെ സാധ്യതകളേക്കാൾ കൂടുതലായിരിക്കും അവരുടെ പ്രതീക്ഷകൾ. അങ്ങനെയുള്ള അവരുടെ ആ പ്രതീക്ഷകളുടെ ആ ഭാരം കടന്ന പ്രതീക്ഷയായി അത് കാരണം അത് നിറവേറ്റാൻ ഇവർക്ക് കഴിഞ്ഞില്ല. അതിൽ കുറവ് വരുമ്പോൾ അവർ സ്വാഭാവികമായും ഭരിക്കുന്നവർക്കെതിരെ ചിന്തിക്കാൻ തുടങ്ങും. ഓക്കെ, ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളും കേരളത്തിലെ ജെൻസിക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ ചെയ്ത പുതിയ പ്രവർത്തനങ്ങളും അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാധ്യമരംഗത്തും സാമൂഹിക രംഗത്തും ഉണ്ടായ പുതിയ മാറ്റങ്ങൾ കൊണ്ട് ജെൻസിയെ അവരുടെ ഭാഷയിൽ സമീപിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വന്നത്? പ്രധാന കാരണം ഇത്രയേ ഉള്ളൂ, പിണറായി വിജയനും ഗോവിന്ദനും ശൈലി മാറ്റണമെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. അതിനിടയ്ക്ക് 1-2 ജെൻസികളെ കുത്തി കയറ്റി ഒരു റാപ്പ് മ്യൂസിക് പോലെ സാധനം എടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. KK ശൈലജയും പറഞ്ഞത് മറ്റുള്ളവർ പറഞ്ഞു തന്നെയാണ്. കാരണം KK ശൈലജ അതിനകത്ത് ഒരു വരി കൂടെ എഴുതണമായിരുന്നു. പേരാവൂരിൽ എന്നെ കൊണ്ട് നിർത്തിയത് ശരിയായില്ല. അതവർക്ക് അറിയാമായിരുന്നില്ല. എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വടകര കൊണ്ട് തോൽപ്പിക്കാൻ നിർത്തി, പേരാവൂർ തോൽപ്പിക്കാൻ നിർത്തി, എല്ലായിടത്തും എന്നെ തോൽപ്പിച്ചു. എന്റെ പേര് കാവ്യർ സ്ക്രീൻഷോട്ട് അടിച്ചിറക്കിയത് അതും പറയണമായിരുന്നു. കാരണം KK ശൈലജ എന്തുകൊണ്ട് പിണറായി വിജയന് അനഭിമതയായി എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഗംഭീരമാകുമായിരുന്നു. എന്തായാലും KK ശൈലജ പറയുന്നു, തോമസ് ഐസക് പറയുന്നു, P ജയരാജൻ പറയുന്നു, MA ബേബി പറയുന്നു, പിന്നെ P രാജീവ് പറയുന്നു. എല്ലാവരും ഇങ്ങനെ ആളാം വീതം പറയുന്നുണ്ട്. പക്ഷേ ഇത് കേട്ട് ഇത് ഉൾക്കൊള്ളേണ്ട 2 പേർ ഒരു കാരണവശാലും ഇത് അനുസരിക്കാനോ അംഗീകരിക്കാനോ തയ്യാറല്ല. അവർ ഈ പാർട്ടിയുടെ പുക കണ്ടേ പോകൂ, അല്ലെങ്കിൽ ഇവരെ ആദ്യം ഈ പാർട്ടി ഉണ്ടാവില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതാണ് നല്ലത്. എന്തായാലും ചിന്താവാരികയിൽ വന്ന കാര്യം ഈ പാവപ്പെട്ട പാർട്ടി അണികളെ അറിയണമെങ്കിൽ നമ്മളെപ്പോലുള്ള ബൂർഷ്വാ മാധ്യമങ്ങൾ തന്നെ വിളിച്ചു പറയണം എന്നുള്ളത് വേറൊരു ന്യൂനത കൂടിയാണ് ടീച്ചർ.